ആശംസകൾ. ഇപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. അതിലുപരി വളരെ വലിയൊരു പ്രത്യേകതയുണ്ട് ഇന്ന്. അതായത് ഇന്ന് ഡിസംബർ 25, നാളെ ഡിസംബർ 26. ഡിസംബർ 26-ാം തീയതിയാണ് നിബിന്റെ NSSന്റെ 7 ഡേ ക്യാമ്പ് തുടങ്ങുന്നത്. അതായത് 7 ദിവസത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നിബി മിഠായിപ്പൊടിയുടെയും എന്റെയും പപ്പായുടെയും അമ്മാടെയും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇല്ല. എന്നാലും അടുത്ത വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഇപ്പോൾ നിബി ഭയങ്കര സെറ്റ് ലൈഫായിട്ടാണ് ഇരിക്കുകയാണ്. നാളെ ഇതെല്ലാം വിട്ടു പോകും. ഞാൻ വെയിറ്റിംഗ്. 7 ദിവസമല്ലേ? അതും അവിടെ നമ്മുടെ സ്കൂളിലെ NSSലെ 50 പേരും. 7 ദിവസം നമ്മളെ അടിച്ചു പൊളിക്കും. ഈ മാറി നിൽക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടോ? വിഷമോ? എനിക്ക് സന്തോഷമുള്ളൂ. നീയും പപ്പായും അമ്മായും ഒന്നുമില്ലാത്ത 7 ദിവസമല്ലേ? അതിലൊരു ചെറിയ സങ്കടമുണ്ട്. മിഠായിപ്പൊടി കൂട്ടുകാരുമായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല, അതിൽ ചെറിയ സങ്കടമുണ്ട്. അല്ലാതെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് എനിക്ക് ഒരു സന്തോഷവും എനിക്ക് സങ്കടവും ഇല്ല. അത് ഓർക്കുമ്പോ മാത്രമാണ് എനിക്ക് സന്തോഷമുള്ളത്. പിന്നെ ചില കാര്യങ്ങളിൽ വേറെ സങ്കടമുള്ളത്. 7 ദിവസമാണ് ക്യാമ്പ്. അത് കൊല്ലാട് സെന്റ് ആൻഡ്രൂസ് LP സ്കൂളാണ് ഞങ്ങളുടെ ക്യാമ്പ് നടക്കുന്നത്. ഈ ക്യാമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ കുട്ടികളിൽ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് വ്യക്തി സെൽഫ് ഡെവലപ്മെന്റ് ത്രൂ കമ്മ്യൂണിറ്റി വർക്ക് എന്നൊക്കെയാണ് നമ്മുടെ NSS. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 7 ദിവസം ക്യാമ്പിന് പോകുമ്പോൾ കമ്മ്യൂണിറ്റി വർക്കുകൾ ഉണ്ടാകും. അത് അങ്ങനെ നോ പലർക്കുമുള്ള ഒരു ധാരണയാണ് പണിയെടുക്കുക മാത്രമാണ് NSS എന്ന്. നോ, ഞങ്ങൾക്ക് എത്രമാത്രം അത് വേദനാജനകമാണെന്ന് പലർക്കും അറിയില്ല. ഇത് പണിയെടുക്കലല്ല, നമ്മൾ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ സ്വയം ഡെവലപ്മെന്റിന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരു തെറ്റല്ല. ആ ഒരു വലിയ പാഠം പകർന്നു നൽകുന്ന നാഷണൽ സർവീസ് സ്കീമിന്റെ 7 ദിവസത്തെ ക്യാമ്പ്. അതിന് നീ ഇങ്ങനെ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. അപ്പൊ കമ്മ്യൂണിറ്റി വർക്ക് കാണും, ക്ലാസ് ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കാണും, കൾച്ചറൽ പ്രോഗ്രാം കാണും. അങ്ങനെ ഫുൾ അടിപൊളിയായിരിക്കും. ഇനി എന്റെ സങ്കടകരമായ ഭാഗം ഫുഡാണ്. നിബിന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് ഇത്രയും ഫുഡിനോട് ഇഷ്ടമുള്ള വേറെ ഒരാളില്ല. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ എവിടെ കണ്ടാലും എന്നെ പുറകെ ഓടുന്നതിനാണ്. അതൊക്കെ പിന്നെയും പോട്ട് നോക്കാം. ഈ ക്യാമ്പിന്റെ മെനു വന്നിട്ടുണ്ടായിരുന്നു. മെനുവില് രാവിലെ ഉപ്പുമാവ്, കപ്പ, അതൊക്കെയാണുള്ളത്. ശരിയാണ്, നമ്മൾ പരിമിതമായ സാഹചര്യങ്ങളിൽ വളർന്നു വരാൻ പഠിക്കേണ്ടവരാണ്. എന്നാലും ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത് എന്താ പ്രശ്നം എനിക്കറിയില്ല. എനിക്ക് എന്തുകൊണ്ടോ സോൾട്ട് മാംഗോട്ടറി ഇഷ്ടമല്ല. അപ്പൊ ഈ തമാശ ക്യാമ്പിൽ അടിച്ചേക്കരുത്. അപ്പൊ കപ്പ, ഉപ്പുമാവ്, ചോറ്, ചായ, ബിസ്ക്കറ്റ്, അതൊക്കെ നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. മെസ് കമ്മിറ്റി ഒക്കെ ഉണ്ട്. അതിനാണ് കത്തി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ, ചാർട്ട് പേപ്പർ കൊണ്ടുപോകണം, കത്തി കൊണ്ടുപോകണം, ബക്കറ്റ് കൊണ്ടുപോകണം, കപ്പ് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം, ക്യാമ്പിനെ കുറിച്ചുള്ള പ്രതീക്ഷ ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. 100% ഈ ക്യാമ്പ് സക്സസ്ഫുൾ ആയിരിക്കും. കാരണം എന്താ, ഞാനൊക്കെ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി ഒത്തു സഹകരിച്ച് ഞങ്ങൾ 6 ഗ്രൂപ്പ് ഉണ്ട്. ഈ 50 പേരെയും 6 ഗ്രൂപ്പ്. ഞാൻ 5ാമത്തെ ഗ്രൂപ്പാണ്. 6 ഗ്രൂപ്പ് ഉണ്ട്. 6 ഗ്രൂപ്പിനും 6 ചുമതലകളുണ്ട്. മെസ് ഗ്രൂപ്പ് കിച്ചന്റെ കാര്യങ്ങൾ നോക്കുന്നവര്, പ്രോഗ്രാം കമ്മിറ്റി, ഞങ്ങള് ഡോക്യുമെന്റേഷൻ, അന്ന് നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന പരിപാടി അത് ഡോക്യുമെന്റ് ചെയ്ത് അതിന് നമ്മള് A4 സൈസ് പേപ്പറിൽ എഴുതണം. ഓരോ ദിവസവും ഈ ഡ്യൂട്ടികൾ മാറും. നമ്മള് 26-ാം തീയതിയാണ് ഞങ്ങള് ഡോക്യുമെന്റേഷൻ. അത് കഴിഞ്ഞ് കൾച്ചറൽ പ്രോഗ്രാം, മെസ് ആവും, അങ്ങനെ എല്ലാം മെസ് ആക്കും. അങ്ങനെ 6 ഗ്രൂപ്പ് ഉണ്ട്. 6 ഗ്രൂപ്പിലും ഓരോ വർക്കുകൾ കിട്ടും. അതൊക്കെ എല്ലാം ചെയ്യണം. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കിടക്കുകയൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ഇത് അങ്ങനെ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. എല്ലാം നടപ്പാക്കാനും ശ്രമിക്കണം. 7 ദിവസവും വിജയകരമായി തന്നെ പൂർത്തിയാക്കണം. കഴിക്കാൻ പറ്റും. മെനുവിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താ, 7ാമത്തെ ദിവസം ഏറ്റവും ലാസ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടെന്നാണ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടെന്നാണ്. പിന്നെ മിസ് പറഞ്ഞത്, ഞങ്ങളുടെ NSSന്റെ മിസ് പറഞ്ഞത് 7ാം തീയതി രാവിലെ ക്യാമ്പ് ഉള്ളെന്നാണ്. 7ാം തീയതി രാവിലെ വരെ ക്യാമ്പ് ഉള്ളൂ. പക്ഷെ 7ാം തീയതി ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആണ്.
അല്ല 7-ാം ദിവസം 7ാം ദിവസം ലാസ്റ്റ് ഡേ ഓഫ് ദ ക്യാമ്പ്. അതൊരു പൊളി പരിപാടിയുണ്ട്. അങ്ങനെ പിന്നെ നിങ്ങൾ അന്ന് ക്യാമ്പില്ല, പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് പേപ്പറെ മാത്രമേ ഉള്ളെങ്കിലേ ഫ്രൈഡ് റൈസിന് പകരം വേറെ എന്തെങ്കിലും ഒരു 5-6 ഐറ്റം ആക്കാൻ വയ്യ. ഇനി അടുത്ത പ്രത്യേകത 26-ാം തീയതി തൊട്ട് 1-ാം തീയതി വരെയാണല്ലോ ക്യാമ്പ്. അപ്പം 31 നൈറ്റ്, അതായത് എന്താ ന്യൂ ഇയർ നമ്മുടെ ഫ്ലാറ്റിൽ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ. എങ്കിലും അതിലൊന്നും ഞാൻ കാണില്ല. അപ്പൊ ഇവിടുത്തെ പരിപാടി മടുപ്പായിരിക്കും എന്ന് എനിക്ക്. ജോക്ക് കൗണ്ടർ അല്ല, ഇവിടെ പലരും പറയുന്ന കേട്ടു നിബിനില്ലാത്ത ന്യൂ ഇയർ ആയിട്ടാണ്. ഞാൻ പറഞ്ഞത് അവിടെ ആയിരിക്കും ഇത്തവണത്തെ ന്യൂ ഇയർ. നിഷാൻ എന്താ തോന്നുന്നത്? നിബി ഇല്ലാത്ത ന്യൂ ഇയറിനെ കുറിച്ച് നിനക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ ഇത്തവണത്തെ നിബി ഇല്ലാത്ത ന്യൂ ഇയർ വെച്ചാൽ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നിബി ഇല്ലാത്ത ന്യൂ ഇയർ, പക്ഷെ നിബി ഇല്ലാത്ത ദിവസം എനിക്ക് നല്ല വിഷയമുണ്ട്. അതായത് എനിക്ക് വീട്ടിൽ പപ്പയും അമ്മയും നിബിയും ആണല്ലോ ഉള്ളത്. അപ്പൊ പപ്പയും അമ്മയൊക്കെ അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുമ്പോ എന്റെ കൂടെ എനിക്ക് ആകെ കുഴപ്പമുള്ളത് ഇവരാണ് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ അവനില്ലെങ്കിൽ കുറച്ച് ശോകമുഖമായിരിക്കും, എന്നാലും വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ചെറിയ പ്രശ്നം അത്രേ ഉള്ളൂ. അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നിബിക്കുള്ള ഫുഡ് അത്രേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി സമാധാനം. എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടോ, എനിക്ക് മാത്രം എന്നോട് സ്നേഹം. നിനക്ക് എന്തോ നേടിയെടുക്കാനുണ്ട്. ഇവിടെ ഒറ്റ കേസും കൂടെ, ഈ കൾച്ചറൽ പ്രോഗ്രാമിന് വേണ്ടിട്ട് ഒക്കെ വല്ല പാട്ടും ഇതൊക്കെ തയ്യാറാക്കി ഇവിടെ പാടുന്നു. പ്രത്യേകിച്ച് നേരം തൊട്ട് ഉള്ളം തേടി കഴിഞ്ഞ ന്യൂ ഇയറിനല്ലേ പാടി. അലതല്ലും ഇടനെഞ്ചിൻ ആൾക്കാരൊക്കെ കരയിപ്പിക്കും അവിടെ, പാടി കരയിപ്പിക്കും. പിന്നെ നമ്മുടെ മെയിൻ നീ സീരിയസ് ആയിട്ട് പാടിയാ മതി, ആൾക്കാർ കരഞ്ഞോളൂ. നിഷ കൗണ്ടർ. അതുപോലെ കുറച്ച് കഥകൾ, കടങ്കഥകൾ, കുസൃതി ചോദ്യങ്ങൾ അതൊക്കെ കരുതി വെക്കാമെന്നാണ് കരുതുന്നത്. കൂട്ടുകാരനെ കളിയാക്കാതിരുന്നാൽ മതിയെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ അവസാനത്തെ കാര്യം, അതായത് നിങ്ങൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത്, അപ്പൊ ഫുഡിന്റെ നിലവാരം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ? നീ എന്താ ഞങ്ങളുടെ ക്യാമ്പ് മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് നിന്റെ ശ്രമം? അല്ല, ചെറുതായിട്ടൊക്കെ. ഇനിയിപ്പോ എനിക്ക് ഇത് ക്യാമ്പിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാരായിട്ട് ചാറ്റ് ചെയ്യാനുണ്ടല്ലോ. അപ്പൊ ഞാൻ ബാക്കിയുള്ള പ്രിപ്പറേഷന്റെ കാര്യമൊക്കെ പറയട്ടെ. എന്നാൽ ഇതാണ് റേഡിയസ് സ്യൂട്ട് കേസ്. ഈ സ്യൂട്ട് കേസ്, അതായത് നിബി എവിടെ പോയാലും എവന്റെ കൂടെ എപ്പോഴും ഈ സ്യൂട്ട് കേസ് ഉണ്ട്. അപ്പോൾ ഈ സ്യൂട്ട് കേസിലാണ് നിബി അവന്റെ സിജിയുടെ ക്യാമ്പിനും എല്ലാത്തിനും പോയിട്ടുള്ളത്, അല്ലേടാ? അപ്പൊ ഈ സ്യൂട്ട് കേസിലാണ് നിബിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സഞ്ചിയല്ല, ഒരു പാക്ക് ഉണ്ട്, സിപ്പ് ലോക്ക് പാക്ക്. ഇതിൽ നിബിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആദ്യം ഒരു കോൾഗേറ്റ് മാക്സ് അമിട്ട് പൊട്ടിക്കുന്ന ഇതാണ്. നമ്മുടെ വായിൽ അമിട്ട് പൊട്ടും, അതാണ് ഇതിന് പരസ്യം. കോൾഗേറ്റ് മാക്സ് നീല ഫ്ലവർ, പിന്നെ പാരച്ചൂട്ടിന് 10 രൂപയുടെ ഒരെണ്ണ, പിന്നെ മെയിൻ സാധനം കുട്ടിക്കൂറ. ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിബിക്ക് ആവശ്യം വന്നില്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഇതാ ഈ കമ്പനിയുടെ പേരെന്താ, പാൻഡോസിൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു സിപ്പ് ലോക്കർ ബാഗും നിബിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നിബി ചാർട്ട് പേപ്പർ കൊണ്ടുപോകണം പറഞ്ഞല്ലോ. ഇതാണ് ചാർട്ട് പേപ്പർ. ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, പിന്നെ ഇത് മടക്കി വെക്കാൻ നല്ല പാടാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിബിക്ക് എന്തോ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ചെടി നടാനുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായുള്ള ചെടി ആലുമൂട്ടി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യം പറയാലോ, ഇന്ന് ഞങ്ങളുടെ കസിൻ പാത്ത് എറണാകുളത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പതുക്കെ ആലുമൂട്ടി ചെന്ന് അവളെ നട്ട കുറച്ച് പയറ് ചെടിയാണ് ഇത്, അതെല്ലാം തട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതുവരെ അവൾക്ക് ഈ സംഭവം അറിയത്തില്ല. അപ്പോൾ അവൾ അറിയാതെ പരമാവധി സൂക്ഷിക്കേണ്ടത് എൻ്റെയും നിബിൻ്റെയും പപ്പാൻ്റെയും മമ്മാൻ്റെയും ഉത്തരവാദിത്തമാണ്. പിന്നെ ഉള്ളത് പ്രത്യേകിച്ച് ഇനി ഡ്രസ്സിങ് പാക്കിംഗ് ഒക്കെയാണ്. ഡ്രസ്സ് ഞങ്ങൾ ഓൾറെഡി ലുലു മാളിൽ പോയി സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയും, നിബി പോകുകയാണല്ലോ, നമുക്കൊരു ട്രീറ്റ് ആയിട്ടാണോ എൻ്റെ പോകാൻ. അതായത് ഇന്ന് 5:30 ഞങ്ങൾ നിവിൻ പോളിയുടെ പുതിയ സിനിമയായ സർവമ്മയ്ക്ക് പോവുകയാണ്. അപ്പോൾ അത് നിബിക്ക് വളരെ എന്താണ് ഒരു ഫെയർവെൽ പോലെയാണ് ഞങ്ങൾ പറയുന്നത്. ഫെയർവെൽ അല്ല, 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാണോ? നിങ്ങൾ എന്താ ആർക്കും ഒരു സങ്കടമൊന്നും ഇല്ല. നിബി അങ്ങ് പൊക്കോട്ടെ.
പിന്നെ ലാസ്റ്റ് ഇപ്പൊ നിഷാന്റെ എന്തോ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ളൊരു സങ്കടം പറച്ചിലൊക്കെ. എനിക്കറിയില്ല, എനിക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, സാധനങ്ങളൊക്കെ കരുതണം, അങ്ങനെ എൻജോയ് ചെയ്യണം. അപ്പോൾ എനിക്ക് വേറൊരു സങ്കടം എനിക്ക് തോന്നുന്നു നമ്മുടെ മിഠായിപ്പൊതി കൂട്ടുകാർക്കായിരിക്കും. 7 ദിവസം ഞാനില്ലാത്ത വീഡിയോകൾ. സങ്കടപ്പെടണ്ട, ഞാൻ വരുമല്ലോ അടുത്ത വർഷം അല്ലേ? ഇനി അടുത്ത വർഷമല്ലേ എൻ്റെ വീഡിയോ വരും, അങ്ങനല്ലേ? ജനുവരി 1. ഓക്കെ, അപ്പൊ ഇനി കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ ഒക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഞാൻ പറഞ്ഞില്ല. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം